ചൈനയ്ക്ക് 100 കിലോമീറ്റർ അകലെ നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്ത ദേശീയപാതയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം ഇറങ്ങുന്നു. വരുന്ന ഫെബ്രുവരി 14 ശനിയാഴ്ച അത്തരമൊരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാവുകയാണ് വടക്ക് കിഴക്കൻ ഭാരതം. യുദ്ധകാല സാഹചര്യങ്ങളിൽ വ്യോമസേനയ്ക്ക് ഇനി ശത്രുക്കളുടെ നേരെ ആകാശ ആക്രമണത്തിന് പുതിയ പാത. ദിബ്രുഗഡ് മൊറാൻ ദേശീയപാതയുടെ ഭാഗമായ പ്രദേശം ചൈനീസ് അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്ററുകൾ മാത്രം അകലെയാണ്. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സൈനിക വിന്യാസം വേഗത്തിലാക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ ആയുധങ്ങളും സൈനികരെയും അതിർത്തിയിൽ എത്തിക്കാനും ഈ ഹൈവേ റൺവേ സഹായിക്കും. ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും സമാനമായ സംവിധാനങ്ങൾക്ക് ശേഷം വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു സംരംഭം യാഥാർത്ഥ്യമാകുന്നത്. സമാധാനകാലത്ത് സാധാരണ വാഹനങ്ങൾ ഓടുന്ന ഈ റോഡ് യുദ്ധകാലത്ത് നിമിഷങ്ങൾക്കുള്ളിൽ യുദ്ധവിമാനങ്ങളുടെ താവളമായി മാറും. ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്ത് വടക്ക് കിഴക്കൻ ഭാരതത്തിലെ ആദ്യത്തെ ഹൈവേ റൺവേ പ്രവർത്തന സജ്ജമാക്കുകയാണ് ഇന്ത്യ. അസമിലെ ദിബ്രുഗഡ് ജില്ലയിലെ മൊറാനിൽ നിർമ്മിച്ച 4.2 കിലോമീറ്റർ നീളമുള്ള എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഈ വരുന്ന ശനിയാഴ്ച ഫെബ്രുവരി 14 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ വിമാനം ദേശീയപാതയിൽ നേരിട്ട് ഇറങ്ങും എന്നത് ചരിത്രപരമായ നിമിഷമായിരിക്കും. ചൈനീസ് അതിർത്തിയിലെ വെല്ലുവിളികളെ നേരിടാൻ വ്യോമസേനയ്ക്ക് ഈ തന്ത്രപ്രധാനമായ പാത വൻ കരുത്ത് നൽകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വായുസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന ബൃഹത്തായ എയർ ഷോയും മൊറാനിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. റഫാൽ, സുഖോയ് 30, MKI തേജസ് തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളും C-17 ഗ്ലോബ് മാസ്റ്റർ പോലുള്ള പടുകൂറ്റൻ ചരക്ക് വിമാനങ്ങളും ഉൾപ്പെടെ 16 വിമാനങ്ങളാണ് ആകാശവിസ്മയം തീർക്കാൻ ഒരുങ്ങുന്നത്. ഇതിൽ പല വിമാനങ്ങളും ദേശീയപാതയിലെ ഈ റൺവേയിൽ ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് നടത്തുകയും ചെയ്യും. ചൈനീസ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചബുവ എയർഫോഴ്സ് സ്റ്റേഷന് തൊട്ടടുത്തായി നിർമ്മിച്ച ഈ സംവിധാനം യുദ്ധകാല സാഹചര്യങ്ങളിൽ വ്യോമസേനയ്ക്ക് വലിയ ആശ്വാസമാകും. പ്രധാനമന്ത്രി ശനിയാഴ്ച രാവിലെ ഡൽഹിയിൽ നിന്ന് ചബുവ എയർബേസിലെത്തുകയും അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ മൊറാൻ ഹൈവേയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്യും. ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം ഗുവാഹത്തിയിലേക്ക് തിരിക്കും. അവിടെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള പുതിയ പാലം ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം IIM ഗുവാഹത്തിയുടെ താൽക്കാലിക ക്യാമ്പസ് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. യുദ്ധകാല സാഹചര്യങ്ങളിലോ പ്രകൃതി ദുരന്തങ്ങളിലോ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്താവളമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു പാതയാണിത്. മൊറാനിലെ സ്പൈപോൺ പോളോ ക്ലബ് മുതൽ ഗജ്ബുരിയ പോയിന്റ് വരെ നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിലാണ് 30 മീറ്റർ വീതിയുള്ള ഈ ഹൈവേ നിർമ്മിച്ചിരിക്കുന്നത്. വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് മനുഷ്യരെയും മൃഗങ്ങളെയും പ്രവേശിക്കാൻ അനുവദിക്കില്ല. റോഡിൽ വേലി കെട്ടുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു എയർ ട്രാഫിക് കൺട്രോൾ ടവറും നിർമ്മിക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ഈ റൂട്ട് ഉപയോഗിക്കൂ. എന്നാലും അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്ന വടക്ക് കിഴക്കൻ മേഖലയിലെ ഏക ദേശീയ പാതയായി ഹൈവേ മാറുകയാണ്. പ്രതിരോധ കാഴ്ചപ്പാടിൽ വടക്ക് കിഴക്കൻ മേഖല ഒരു സെൻസിറ്റീവ് മേഖലയാണ്. ഇത് കണക്കിലെടുത്താണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ലാൻഡിംഗ് റൂട്ട് ഉടൻ ഔദ്യോഗികമായി തുറക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ഈ റൂട്ടിൽ ഉണ്ടായിരിക്കും. സാധാരണ സാഹചര്യങ്ങളിൽ ഗതാഗതത്തിനായി ഇത് തുറന്നിരിക്കും. വിമാനങ്ങൾ ഇറങ്ങേണ്ടി വന്നാൽ അനാവശ്യമായ കടന്നുകയറ്റം ഒഴിവാക്കാൻ ഇരുവശത്തും വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനം ലാൻഡിംഗ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ റോഡിന്റെ ഇരുവശത്തും വേലി കെട്ടിയിട്ടുണ്ട്. ഈ റോഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഗ്രാമ റോഡുകളിൽ പ്രത്യേക ഗേറ്റുകളും നിർമ്മിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ഈ ഗേറ്റുകൾ അടച്ചുകൊണ്ട് റോഡ് പൂർണ്ണ റൺവേ ആയി ഉപയോഗിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.